Okay, very good morning to you all. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിമാൻഡ് തിയറി എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ഡിമാൻഡ് തിയറി? ഡിമാൻഡ് എന്ന് പറയുന്ന ടേം നമ്മൾ വളരെ ഫെമിലിയർ ആണ്. ഇനി എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്? അതിനൊരു നല്ലൊരു ഡെഫിനിഷൻ ആയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് മെയിൻലി ദ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൈസ് ആൻഡ് ദ ക്വാണ്ടിറ്റി. അതാണ് ഡിമാൻഡ് തിയറിയിൽ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഡിഫൈൻ ദ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ദ ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് there is a negative relationship between the price of a product and the quantity demanded, holding other factors constant. In the case of a law of demand, we only consider that the price and also the quantity, the other factors are constant. On the basis of that concept, law of demand to work out. Then law of demand is based on law of diminishing marginal utility. That is, എപ്പോഴും നമ്മൾ law of demand കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഓരോ പ്രാവശ്യവും നമ്മൾ ആ പറയുന്ന ഡിമാൻഡ് കൂടുതലായിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ പിന്നീട് നമ്മുടെ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി മീൻസ് ദാറ്റ് നമ്മുടെ നീഡ്സ്, നമ്മുടെ വാണ്ട്സ് കുറഞ്ഞു വരുന്ന ഒരു സ്റ്റേജ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിനെ ബേസ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാൻ കാരണം. ഇനി അതിൽ പറയുന്നുണ്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതായത് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു? ഡിമാൻഡ് ഡിക്രീസസ് ആവുന്നുണ്ട്. ഒരു 10 രൂപയുടെ പ്രൊഡക്റ്റ് 20 രൂപയാക്കി അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് നിലവിൽ നിന്ന് കുറഞ്ഞു പോകുന്നു. ഇനി പ്രൈസ് ഡിക്രീസസ് ദ ഡിമാൻഡ് ഇൻക്രീസസ്. നെക്സ്റ്റ് വേഴ്സ് സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ റിവേഴ്സ് സിറ്റുവേഷൻ. ദാറ്റ് ഈസ് പ്രൈസ് ഡിക്രീസസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സ്ട്രീം ലെവലില് ഡിമാൻഡ് കൂടുന്നതിന് കാരണമാകുന്നു. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് ലോ ഓഫ് ഡിമാൻഡിന്റെ മീനിങ് അല്ലെങ്കിൽ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ബേസ്ഡ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് അസംപ്ഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. അസംപ്ഷൻസ്, സോ മെനി കൺക്ലൂഷൻ. നമ്മൾ പറഞ്ഞു ഡിമാൻഡും ക്വാണ്ടിറ്റിയും തമ്മിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതർ ഫാക്ടേഴ്സ് ആർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നു. വാട്ട് ആർ ദ അതർ ഫാക്ടേഴ്സ്? അതൊക്കെയാണ് പിന്നീട് വരുമ്പോൾ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ഓഫ് എ ബയർ ഷുഡ് ബി റിമെയിൻ കോൺസ്റ്റന്റ്. അതായത് നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ ബയേഴ്സിന്റെ കയ്യിലുള്ള ഫണ്ട് എന്ന് പറയുന്നത്, ഇൻകം, അവരുടെ പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റേബിൾ ആണ്, കോൺസ്റ്റന്റ് ആണ്, ഫിക്സഡ് ആണ് എന്ന്. അതാണ് ദ ഇൻകം ഓഫ് എ buyer should remain constant എന്ന് പറയുന്ന പോയിന്റ്. Next point is that the taste, habits and preferences of buyers do not change. അതായത് എന്താണ് ടേസ്റ്റ്, ഹാബിറ്റ്സ്, പ്രിഫറൻസ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് വി ആർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങിക്കുള്ളൂ. അത് എപ്പോഴും അവരുടെ കോൺസ്റ്റന്റ് ആണ്, there is no any ചേഞ്ച് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്താണ് ലോ ഓഫ് ഡിമാൻഡിന്റെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. Third point is that no any change in the price of related and the substitute goods. That's one of the another term is that the related and substitute goods. Related goods എന്ന് പറഞ്ഞത് substitute goods എന്താണ് ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഒന്നിന് പകരം വേറെ ഒന്ന് മാറ്റി വെക്കുക. അപ്പൊ ടീ ആൻഡ് കോഫി ഈസി എക്സാമ്പിൾ ആണത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ ഒരു കോമൺ എക്സാമ്പിൾ ആണ് ഏതാണ് ഈ പറയുന്ന ടീ ആൻഡ് കോഫി. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒന്നിന് പകരം വേറൊന്ന് വെക്കുക. റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത്, ഇപ്പൊ പെട്രോൾ ആൻഡ് കാർ എന്ന് പറയുന്നത് റിലേറ്റഡ്. അപ്പൊ അതൊന്നും എന്താണ് ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് കോൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. അടുത്ത പോയിന്റ് പറയുന്നു the buyer should not anticipate any change in the price of goods. അതായത് പ്രൈസ് ഓഫ് ദ ഗുഡ്സിലും ഒരു ചേഞ്ച് ബയേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഓരോ വർഷവും നീങ്ങും തോറും പ്രൊഡക്റ്റിന്റെ പ്രൈസിൽ വ്യത്യാസങ്ങൾ വരാം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു ചേഞ്ചസും വരില്ല എന്നുള്ള ഒരു എക്സ്പെക്ടേഷനോട് കൂടിയാണ് ലോ ഓഫ് ഡിമാൻഡ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, നോ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ബയേഴ്സ്. എത്രയാണോ ബയേഴ്സ് പർച്ചേസ് ചെയ്യുന്നത്, സെയിം ക്വാണ്ടിറ്റി, സെയിം പർച്ചേസിംഗ് പേഴ്സൺസ് ആർ ദർ ഇൻ എക്സിസ്റ്റ് ഓൾവേസ്. എപ്പോഴും അത്തരം തന്നെ ബയേഴ്സ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ പറയുന്ന ലോ ഓഫ് ഡിമാൻഡിൽ കൺസിഡർ ചെയ്യുന്നത്. ലാസ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് ബയേഴ്സ് ഷുഡ് നോട്ട് ആന്റിസിപ്പേറ്റ് എനി ഷോർട്ടേജ് ഇൻ സപ്ലൈ ഓഫ് പ്രോഡക്റ്റ്. പ്രൊഡക്ഷനിൽ ഒരു ഷോർട്ടേജ്, നമുക്ക് പ്രൊഡക്ഷനിൽ ഷോർട്ടേജ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് എന്ന് പറയുന്നത് അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യും.
ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു എഫക്റ്റും വരുന്നില്ല എന്നുള്ളതാണ് ലാസ്റ്റ് അസംഷൻസ് ആയിട്ട് പറയുന്നത്. These are the main assumptions of law of demand. Law of demandന്റെ മെയിൻ ആയിട്ടുള്ള അസംഷൻസ് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നുണ്ട് ലോ ഓഫ് ഡിമാൻഡിലെ അടുത്ത ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഡിമാൻഡ് ഷെഡ്യൂൾ ആൻഡ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് താഴെ ആ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഡിമാൻഡ് ഷെഡ്യൂൾ എന്താണ്, ആൻഡ് ഓൾസോ തൊട്ട് നിയറസ്റ്റ് ആയിട്ട് തന്നെ ഡിമാൻഡ് കർവും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി ആൻഡ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അറ്റ് വേരിയസ് പ്രൈസസ് ഈസ് പ്രസന്റഡ് ഇൻ എ ടാബ്ലർ ഫോം. ദാറ്റ് ഈസ് ടേബിൾ ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഡിമാൻഡ് ഷെഡ്യൂൾ. എന്തിന്റെയൊക്കെ ബേസ് ആണ്? ദ പ്രൈസ് ആൻഡ് ഓൾസോ ദ ക്വാണ്ടിറ്റി. പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ ആണ് മെയിൻ ആയിട്ടും ഇതിൽ പറയുന്നത് ഡിമാൻഡ് ഷെഡ്യൂളിൽ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവ് ഈസ് റെപ്രസെന്റഡ്, ദാറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൈസ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഇൻവേഴ്സ് നമ്മൾ പറഞ്ഞു നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ് ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതിനെ കുറച്ചുകൂടി പ്രൂഫ് ചെയ്യിക്കുന്നതാണ് ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? നെക്സ്റ്റ് പോയിന്റ്, റീസൺസ് ഫോർ ദ ലോ ഓഫ് ഡിമാൻഡ്. വൈ നമ്മൾ പറഞ്ഞു ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. വൈ ദ ഡിമാൻഡ് കർവ് ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ്? സം ആർ റീസൺസ് ആർ ദർ ദാറ്റ് ആർ ഇൻകം ഇഫക്റ്റ്. ഇൻകം ഇഫക്റ്റ് കാരണം കൊണ്ട് എന്താണ് ഈ പറയുന്ന ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗിന് കാരണമാകും. വൈ? അതായത് ഇൻകം ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഇഫക്റ്റിൽ മെയിൻ ആയിട്ട് പറയുന്ന കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും നമുക്ക്. അതായത് നിലവിൽ നമ്മൾ വാങ്ങിക്കുന്ന റേറ്റിൽ നിന്നും കുറവാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ റേറ്റ് എങ്കിൽ, അതായത് ഇപ്പൊ റൈസിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഒരു 40 റേറ്റിലാണ് നമ്മൾ 1 kgക്ക് 40 rupees ആണ് കൊടുക്കുന്നത് എങ്കിൽ ഓട്ടോമാറ്റിക്കലി പിന്നീട് വരുന്ന ടൈമിൽ അതിന്റെ റേറ്റ് കുറയുമ്പോൾ നമ്മൾ എന്താണ് കൂടുതൽ കിലോസ് നമ്മൾ പർച്ചേസ് ചെയ്യും. അതാണ് ഇൻകം ഇഫക്റ്റിൽ പറയുന്നത്. അതായത് അവൈലബിലിറ്റി ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ ഡിമാൻഡ് കൂടുന്നു, പ്രൊഡക്റ്റിന്റെ പ്രൈസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്വാണ്ടിറ്റി കൂടുതൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. അതാണ് ഇൻകം ഇഫക്റ്റിൽ പറയുന്നത്. ദാറ്റ് ഈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ഇൻ ദ കേസ് ഓഫ് പ്രൈസ് ആൻഡ് ദ ഡിമാൻഡ്. അപ്പൊ പ്രൊഡക്റ്റ് ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടണം എങ്കിൽ when the price reduces. Okay, the substitution, next point is substitution effect എന്ന് പറയുന്നത്. substitution effect എന്ന് പറഞ്ഞാൽ alternatives, for example tea and coffee. The rate of tea is increases, then the customers or buyers to purchase that next option, that is coffee. That is the substitutional effect. When the substitutional effect arises, the demand curve will become this downward sloping. Third point is that law of diminishing marginal utility. Diminishing marginal utility എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മുടെ ഒരു കൺസ്യൂം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ നമ്മുടെ നീഡ് അവിടെ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി എന്താണ് പിന്നീട് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് എന്താണ് അത്തരത്തിലുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനുള്ള ഒരു താല്പര്യം കുറയുന്നു. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഡ്രിങ്കിങ് വാട്ടർ ആണ് അതിന് മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ. അതായത് നമ്മൾ ഫസ്റ്റ് ബോട്ടിൽ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഓക്കെ നമുക്ക് വി ഹാവ് വെരി തേഴ്സ്റ്റ് ആൻഡ് ഓക്കെ നമ്മൾ അങ്ങനെ പെട്ടെന്ന് തന്നെ കുടിച്ചു തീർക്കും, നമുക്ക് ഭയങ്കര താല്പര്യം ഉണ്ടാവും. പക്ഷെ സെക്കൻഡ് ബോട്ടിലാകുമ്പോൾ നമ്മുടെ നീഡ് അവിടെ കുറഞ്ഞു, റിഡ്യൂസ് ചെയ്തു. ഓട്ടോമാറ്റിക്കലി തേർഡ് ബോട്ടിലാകുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് ആവശ്യമേ ഇല്ല എന്നുള്ളൊരു കേസ് വരും. അപ്പൊ അതുകൊണ്ട് എന്താണ് അപ്പൊ ഈ പറയുന്ന ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ഈ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിലേക്ക് വരാൻ കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ബയേഴ്സ്. നമ്പർ ഓഫ് ബയേഴ്സ് കുറവാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നുണ്ട് ഈ പറയുന്ന ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗിൽ കാരണമാകുന്നുണ്ട്. നമ്പർ ഓഫ് ബയേഴ്സ് reduces, it will affect the demand curve. Then last point, that is various uses of commodity. Different types, we know that different alternative or different varieties of products are available in our market. So buyers are interested to purchase this type of commodity, then automatically the demand of a particular product will reduce. Okay, that's why the demand curve slope downward. നെക്സ്റ്റ് പോയിന്റില് എക്സെപ്ഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. നമ്മൾ ഇത്രയും നേരം വൈ ദ ഡിമാൻഡ് കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്ന് പറഞ്ഞു.
ഇനി ഈ പറയുന്ന റീസൺ കൊണ്ട് അല്ല, ചില സമയത്ത് നമ്മൾ പറഞ്ഞ എപ്പോഴും ബയേഴ്സിന്റെ പർച്ചേസിംഗ് പവർ കോൺസ്റ്റന്റ് ആവണം, അവരുടെ ഇൻട്രസ്റ്റ് ഡൗൺ ആവണം, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒന്നുമല്ല. സം ഓർ എക്സംഷൻസ് ഓർ അതർ വേ ദേ ക്യാൻ, നമ്മൾ വേറൊരു രീതിയിൽ നമുക്ക് മൈൻഡ് സെറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ഈ പറയുന്ന ലോ ഓഫ് ഡിമാൻഡ് എപ്പോഴും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവണം എന്നില്ല. അതിന്റെ കുറച്ച് എക്സംഷൻസ്, അതായത് കഴിവുകൾ പറയുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ ഗുഡ്സ് ഓർ ഗിഫൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ, ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ലോ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ നമ്മൾ എത്ര പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂട്ടിയാലും ആ പറയുന്ന രീതിയിലുള്ള ഡിമാൻഡ് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കുകയില്ല. ഇൻഫീരിയർ ഗുഡ്സ് ഓർ ഗിഫൻ ഗുഡ്സിന്റെ പ്രത്യേകത അതാണ്. അപ്പം ഇൻഫീരിയർ ഗുഡ്സ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്പർ ഓഫ് ബയേഴ്സ്, ഇപ്പൊ എല്ലാവരുടെ മൈൻഡിലും എന്താണ് വാല്യൂ കുറവായിരിക്കും, ക്വാളിറ്റി കുറവായിരിക്കും, യൂസേജ് എക്സിസ്റ്റ് ചെയ്യില്ല, അങ്ങനെയുള്ള ഒരു മൈൻഡ് ഉണ്ടാവും. അപ്പം എത്ര റേറ്റ് ഇൻഫീരിയർ ഗുഡ്സ് വന്നു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി എന്താണ് അവരൊരു പരിധി വരെ ആ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നീടുള്ള പോയിന്റ് നെക്സ്റ്റ് പറയുന്നത് പ്രസ്റ്റീജ് ഗുഡ്സ്. നെക്സ്റ്റ് പോയിന്റ് പ്രസ്റ്റീജ് ഗുഡ്സ് ആണ്. പ്രസ്റ്റീജ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒക്കെ ലക്ഷൂറിയസ് ഗുഡ്സ് ആണ്. അതിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഹൈ ആണ്, എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം ഇൻ ദ കേസ് ഓഫ് പ്രസ്റ്റീജ് ഗുഡ്സ് പ്രൈസ് ഇൻക്രീസ് ചെയ്താലും നമ്പർ ഓഫ് ബയേഴ്സ് ആർ പർച്ചേസിങ് ദ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ്. അതിന്റെ അപ്പം ബ്രാൻഡ് വാല്യൂസ് ബേസ്, ഇപ്പൊ വെഹിക്കിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ബ്രാൻഡിന്റെ വെഹിക്കിൾസ് ആണെങ്കിൽ എത്ര റേറ്റ് കൂടിയാലും എന്തായാലും ബയേഴ്സ് വാങ്ങിക്കാൻ താല്പര്യം കാണിക്കും. അപ്പൊ പ്രസ്റ്റീജ് ഗുഡ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ലോ ഓഫ് ഡിമാൻഡ് എക്സെപ്ഷൻ ആണ്. ഈ പറയുന്ന റേറ്റ് ഇൻക്രീസ് ചെയ്താലും നമ്പർ ഓഫ് ബയേഴ്സ് ടു ബി പർച്ചേസിങ് ദ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ്. തേർഡ് പോയിന്റ് പറയുന്നത് കൺസ്യൂമർ എക്സ്പെക്ടേഷൻസ്. Consumer expectation, that is in the case of a consumer expectation, price reduces, they will expect more, that is there is a കൂടുതലായിട്ട് വീണ്ടും പ്രൈസ് കുറയും എന്ന് വിചാരിച്ച് അവർ പ്രൊഡക്റ്റ് വാങ്ങിക്കാതിരിക്കുന്ന സിറ്റുവേഷൻ. ഇനി നേരെ റിവേഴ്സ് ആണെങ്കിൽ പ്രൈസ് കൂടുമ്പോൾ ഫ്യൂച്ചറിൽ ഇനിയും ഹൈ റേറ്റ് ഓഫ് പ്രൈസ് വരാം. അതുകൊണ്ട് തന്നെ എന്താണ് ഈ പറയുന്ന ലോ ഓഫ് ഡിമാൻഡ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. അതായത് കൺസ്യൂമർ എക്സ്പെക്ടേഷൻസ്, കൺസ്യൂമർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ് പ്രൈസ് കുറയും തോറും ഇനിയും വീണ്ടും വീണ്ടും റെഡ്യൂസ് ചെയ്യും എന്ന് വിചാരിച്ച് കൺസ്യൂമേഴ്സ് പ്രൊഡക്റ്റ് വാങ്ങിക്കാതിരിക്കുകയും, നെക്സ്റ്റ് റിവേഴ്സ് നേരെ മറിച്ചാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് പ്രൈസ് കൂടുമ്പോഴും എന്താണ് ഡിമാൻഡ് ഇനി ഹൈ റേറ്റ് ആവും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും ആ ഹൈ റേറ്റ് ഓഫ് പ്രൈസിൽ തന്നെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം കാണിക്കുകയും ചെയ്യും. അതാണ് കൺസ്യൂമർ എക്സ്പെക്ടേഷൻസിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് കൺസ്യൂമേഴ്സ് മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത്. അതായത് മിസ്കൺസെപ്ഷനിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ ലാസ്റ്റ് പോർഷൻസ് ആണ് പറയുന്നത്. അതായത് ഫ്യൂച്ചറിലെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കൂട്ടും. ഫോർ എക്സാമ്പിൾ കൊറോണ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു ഷോർട്ടേജ് ഓഫ് ഫുഡ് എന്ന് പറയുന്ന ഒരു സ്കേഴ്സിറ്റി വരും എന്ന് വിചാരിച്ച് നമ്പർ ഓഫ് പേഴ്സൺസ് ടു ബി പർച്ചേസ് എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ട്സ്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ഈ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് നമുക്ക് വർക്ക്ഔട്ട് ആകും എന്ന് പറയാൻ പറ്റില്ല. ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഫാഷൻ. അതായത് ഓരോ ട്രെൻഡിനനുസരിച്ചുമായിരിക്കും ഓരോ പ്രൊഡക്റ്റ് അതിന്റെ ഡിമാൻഡ് വരിക. എത്ര ഹൈ ക്വാളിറ്റി ഹൈ പ്രൈസ് എൻഷുർ ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണെങ്കിൽ പോലും ദർ ഈസ് ഫാഷൻ ഈസ് വൺ ഓഫ് ദ മെയിൻ ഫാക്ടർ. ഫാഷൻ എന്ന് പറയുന്നത് ഇല്ല അല്ലെങ്കിൽ അപ്ഡേറ്റഡ് അല്ല, ഔട്ട്ഡേറ്റഡ് ആണ് എങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷൻ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് എക്സെപ്ഷൻ പോയിന്റ്സ്. ഓക്കെ, താങ്ക് യു.